മനോഹരമായ വേദിയിൽ അടുത്തതായി നമ്മോട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംവദിക്കുന്നത് ഈ ഒരു പ്രസ്ഥാനത്തിന് ദൈഷ്ണികരമായ നേതൃത്വം നയിക്കുന്ന നമ്മുടെയൊക്കെ സ്നേഹ സാന്നിധ്യമായ സംഘടന ഇന്ന് കൂടുതൽ കരുത്തുറ്റതായി ഇതിന്റെ മുൻനിരയിലേക്ക് എത്താൻ അഹോരാത്രം പരിശ്രമിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഖാദർ അലി വറ്റലൂർ അദ്ദേഹം നിങ്ങൾക്ക് മുന്നിൽ സംവദിക്കുന്നു. സ്നേഹാദരങ്ങളോട് അദ്ദേഹത്തെ അധ്യക്ഷനുമതിയോടെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനം നിറഞ്ഞ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഹുസൈൻ വടക്കൻ, നമ്മുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന റാലിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമുക്ക് വളരെ ഉപദേശ നിർദ്ദേശങ്ങൾ തന്ന് വലിയ തിരക്കുകൾക്കിടയിലും നമ്മളുടെ റാലിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, നമ്മുടെ ഈ പൊതുസമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഉബൈദുള്ള MLA, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ, കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് VS ജോയ് സാർ, BJPയുടെ ജില്ലാ പ്രസിഡന്റ് B സുബ്രഹ്മണ്യൻ സാർ, പ്രിയങ്കരനായ അഡ്വക്കേറ്റ് KT ഉമ്മർ സാഹിബ്, സ്വാഗത പ്രഭാഷകൻ സെക്രട്ടറി ഷിഹാബ് നാണി ചുങ്കത്തറ, നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ഉപദേശ നിർദ്ദേശകനായിട്ടുള്ള ഡോക്ടർ നൌഷാദ് സാർ, നമ്മുടെ ഏത് കാര്യങ്ങളിലും വളരെ വ്യക്തമാക്കി അതിന്റെ നിർദ്ദേശങ്ങൾ ഒക്കെ തയ്യാറാക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ കാര്യദർശി ഡോക്ടർ ജലാലുദ്ദീൻ സാർ, മറ്റു വേദിയിലുള്ള സയ്യിദ് മണലായ നമ്മുടെ സ്ഥാപക പ്രസിഡന്റും ഇപ്പോഴത്തെ ട്രഷററുമായിട്ടുള്ള, അതുപോലെ മൂസക്കുട്ടി മാസ്റ്റർ, മജീദ് ക വട്ടത്തൂർ, വേദിയിലുള്ള ഹംസക്ക, അതേപോലെ ലത്തീഫ് മണ്ണറമല, നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ട്രഷറർ അഹദ് മോങ്ങം, നജീബ് ക, വേദിയിലുള്ള ഷെയ്ഫുദ്ദീൻ പറമ്പൻ അടക്കമുള്ള വേദിയിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സംസ്ഥാന സമ്മേളനത്തിന് പെട്ടെന്ന് തയ്യാറെടുക്കേണ്ടി വന്നത്, നമുക്കറിയാം ഈ നിയമസഭാ സമ്മേളനത്തിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിക്കൊണ്ട് 2-3 മാസക്കാലമായി മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ കണ്ടുകൊണ്ട് നിവേദനങ്ങൾ കൊടുത്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് കോഴി കർഷകർ നേരിടുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവരെ ധരിപ്പിച്ചുകൊണ്ട് ഈ ബജറ്റ് സമ്മേളനത്തിൽ കോഴി കർഷകർക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വെക്കുകയുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ബജറ്റ് സമ്മേളനത്തിൽ കോഴി കർഷകരെ പരാമർശിക്കുക പോലും ചെയ്തില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ 6 മാസക്കാലമായി നമുക്കറിയാം 2017 ഗവൺമെന്റ് ഇറക്കിയ ഓർഡറിന്റെ കോപ്പിയാണ് ഞാൻ ഈ കൈവശം വെച്ചിട്ടുള്ളത്. ഇന്നലെ പത്രക്കാർക്ക് വിതരണം ചെയ്തത് ഇതായിരുന്നു. ആ 2017 ഇറങ്ങിയ അജിയോയുടെ ഓർഡർ എന്ന് പറയുന്നത് 1000 കോഴി വളർത്താൻ കഴിയും, അതിന്റെ മേലുള്ളതിനൊക്കെ ആഡംബര നികുതിയും ഒക്കെ വരുന്ന തരത്തിലുള്ള ബിൽഡിംഗ് ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ഗവൺമെന്റ് ഓർഡറാണ് വന്നിട്ടുള്ളത്. ആ ജിയോ നടപ്പിലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. 2014-13 കാലഘട്ടത്തിൽ ഇതിന്റെ റവന്യൂ വൺ ടൈം ടാക്സ് പിരിക്കുന്ന ഒരു സന്ദർഭം വന്ന സമയത്ത് KPFA എന്ന സംഘടന വില്ലേജ് ഓഫീസ് മാർച്ചും കളക്ടറേറ്റ് മാർച്ചും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് 10,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചും 12 ദിവസം ഒരു റിലേ സത്യാഗ്രഹം നടത്തിക്കൊണ്ട് ഗവൺമെന്റിനെ കണ്ണു തുറപ്പിച്ചുകൊണ്ടാണ് നിർത്തിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ അതേ സാഹചര്യമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ജോയ് മാത്യു എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന് വന്ന നോട്ടീസിന്റെ കോപ്പിയാണിത്. 2,94,000 രൂപ, 10,000 കോഴി വളർത്തുന്ന ഷെഡിന് 2,94,000 രൂപ ഒറ്റത്തവണ നികുതി എന്ന ആഡംബര നികുതി. നമുക്കറിയാം ആഡംബരം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം തറയില്ലാത്ത ഈ ഒരു 4 ഭാഗവും നെറ്റ് കൊണ്ട് മറച്ച മുകളിൽ ദാർപ്പായോ അല്ലെങ്കിൽ തകര ഷീറ്റോ വെച്ചിട്ടുള്ള ഒരു ഷെഡിനെയാണ് ഇവര് ആഡംബര ഷെഡായിട്ട് അല്ലെങ്കിൽ വലിയ ഓഡിറ്റോറിയങ്ങൾക്ക് AC ഓഡിറ്റോറിയങ്ങൾക്ക് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നികുതി ഈടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലാണ് കഴിഞ്ഞ 6 മാസക്കാലമായി എല്ലാ സെസ്സുകളും മുഴുവൻ പിരിച്ചെടുത്തുകൊണ്ട് ഗവൺമെന്റിലേക്ക് ഫണ്ടുകൾ ശേഖരിക്കണം എന്നുള്ള നിർദ്ദേശം പോയതിന്റെ അടിസ്ഥാനത്തിൽ
പഞ്ചായത്ത് ടാക്സ് വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല വില്ലേജിലെ ആഡംബര നികുതി ഓരോ ആളുകൾക്കും നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുക. 10,000 കോഴി വളർത്തിയെങ്കിൽ ഒരു കുടുംബത്തിന് ജീവിക്കാൻ സാധ്യമാവുകയുള്ളൂ. കാരണം 5 ബാച്ച് കിട്ടിയാൽ എല്ലാവർക്കും അറിയാം അതിൽ എന്താണ് മിച്ചം വരുന്നത് എന്നുള്ളത്. ആ തരത്തിൽ 10,000 കോഴിന്റെ ഫാമിന് ഒരാൾക്ക് വന്നിട്ടുള്ള നോട്ടീസാണ് 2,94,000 രൂപ അടക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ തരത്തിൽ മുഴുവൻ ആളുകൾക്കും നോട്ടീസ് കൊടുക്കാനുള്ള സംവിധാനം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റാണ് നമ്മളെ മുമ്പിലുള്ളത്. ഏത് ഗവൺമെന്റാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം LDF ഗവൺമെന്റ് ആയാലും UDF ഗവൺമെന്റ് ആയാലും നമ്മളുടെ ആവശ്യങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിലും കോഴി വളർത്തൽ കൃഷി മേഖലയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഈ ഒരു നികുതി അതുപോലെയുള്ള ഈ ഷെഡുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾക്ക് ഭക്ഷണം വേണ്ട ആളുകള് ആ ഭക്ഷണം വാങ്ങി കഴിക്കേണ്ടതാണ്. പ്രത്യേക അറിയിപ്പ്, ഭക്ഷണം കഴിക്കാത്ത ആളുകളുണ്ടെങ്കിൽ പറ്റുന്ന ആളുകൾ അവിടെ പാർസലാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പതുക്കെ വാങ്ങിയാൽ മതി. എല്ലാവർക്കുള്ള ഭക്ഷണം അവിടെ കരുതിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാവുന്നതാണ്. ഭക്ഷണം വാങ്ങിയാൽ മതി, പൈസ ആരും കൊടുക്കേണ്ടതില്ല. അത് സംഘാടകർ നൽകുന്നതാണ്. ഈ ഒരു ആഡംബര നികുതിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ ടാക്സ് വർദ്ധിപ്പിച്ചതോടൊപ്പം തന്നെ റവന്യൂ ടാക്സ് ആയിട്ടുള്ള ആഡംബര നികുതി നടക്കുന്നു. അതുപോലെ നിർമ്മാണ ചെലവിന്റെ 1% സെസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 1% ഇല്ല, നമുക്ക് അടക്കാം, അതിന് പ്രയാസമില്ല എന്നാണ് അറിയിച്ചത്. കാരണം എന്താ, നമ്മളുടെ കോഴി ഷെഡിന് ഏറ്റവും ഇത് വരുന്നത് 1 ലക്ഷം രൂപയുടെ ഷെഡാണെങ്കിൽ അതിന്റെ ഒരു ശതമാനക്കല്ലേ അടക്കേണ്ടിയുള്ളൂ. പക്ഷെ ഇവരെ കണക്ക് പ്രകാരം, അവരുടെ ജിയോ കണക്ക് പ്രകാരം വന്നിട്ടുള്ളത്, അതിന്റെ ജിയോന്റെ കോപ്പിയാണ് ഇതുള്ളത്, വന്നിട്ടുള്ളത് 1000 കോഴിന്റെ ഷെഡിന് 10